രഘുവേട്ട, ദേ ചേച്ചി. ചേച്ചി, അച്ഛനെവിടെയാനു? മുറി കിടക്ക. മഞ്ചാടി ദാസങ്ങളുടെ വീട്ടിലുണ്ടല്ലേ? അതെ, നിങ്ങളെങ്ങനെ അറിഞ്ഞു? ദാസങ്ങൾ വിളിച്ചിരുന്നു. നമുക്ക് അമ്മാവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവളെ കാണിച്ചാലോ അമ്പിളി? അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുത്തിട്ട് പോരെ രഘുവേട്ട. ഇപ്പൊ അച്ഛനെ കണ്ടാലും അവള് ജീവൻ രാജന്റെ കൂടെ പോണെന്നേ പറയൂ. ദാസങ്ങൾ പറഞ്ഞത് അത് തന്നെ. പക്ഷെ ഇനി അമ്മാവനെ മറച്ചു വെച്ച് ഓരോന്നും ചെയ്താ ആ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട് രഘുവേട്ട. ഇനി നമ്മൾ അച്ഛനെ മറച്ചു വെച്ച് എന്ത് ചെയ്താലും അച്ഛൻ ക്ഷമിക്കാൻ തോന്നുന്നില്ല. മാത്രമല്ല, മകളെ കാണാനില്ലെന്ന് പറഞ്ഞ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. എന്നിട്ട് മഞ്ചാടിയെ നമ്മൾ തന്നെ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞ. അതെ, നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലനു. ഇന്നൊരു ദിവസം കൂടി അങ്ങനെ കരുതാനാ ദാസങ്ങൾ പറഞ്ഞത്. അദ്ദേഹം എന്തോ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അങ്കിൾ എന്ത് അത്ഭുതം കാണിക്കാനേ രഘുവേട്ട. നമ്മളെയൊക്കെ ധിക്കരിച്ച് മഞ്ചാടി ഇതുവരെ ജീവൻ രാജിന്റെ കൂടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലനു. കാര്യങ്ങൾ കൈവിട്ടു പോകണമെന്ന് തോന്നിയാ ആരും ചിലപ്പോൾ കീഴടങ്ങാൻ തയ്യാറാവും. നമ്മൾ ഒരു കാരണവശാലും മഞ്ചാടിയെ ജീവൻ രാജന്റെ കൂടെ വിടില്ലെന്ന് അവൾക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. അതേനു, ജീവൻ രാജു ഇപ്പൊ ഒതുങ്ങിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നേ. അവൻ കഴിഞ്ഞതൊക്കെ മറന്ന് അവന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടാന്ന് സമ്മതിച്ചെങ്കിൽ മഞ്ചാടിക്ക് നമുക്ക് വേണ്ടി അവനെ മറന്നൂടെ? നമ്മൾ അവളെ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതല്ലേനു. ജീവൻ രാജ് കഴിഞ്ഞതൊക്കെ മറന്നോളാന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണോ ചേച്ചി? അതോ അവനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണോ? അമ്പിളി ചേച്ചി അവൻ പറഞ്ഞതിന് സാക്ഷിയാണോ? ഞാനും ദാസങ്ങളും ദയും കൂടി മഞ്ചാടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. വീടിനുള്ളിൽ കയറി ജീവൻ രാജുവായിട്ട് സംസാരിച്ചത് വിനയനും ശബരിയോ. ഏതായാലും ഒരു കാര്യം മഞ്ചാടി സമ്മതിച്ചിട്ടുണ്ട്. പിരിയാൻ തയ്യാറാണെന്ന് ജീവൻ രാജ മഞ്ചാടിയുടെ മുന്നിൽ വന്ന് പറഞ്ഞ അവളും അതിന് തയ്യാറാണെന്ന്. എനിക്ക് തോന്നുന്നത് ദാസങ്ങളും വിനയനും ശബരിയും കൂടി അവനെ അവളുടെ മുമ്പിലെത്തിച്ച് അങ്ങനെ പറയിക്കുന്ന. അതിനായിരിക്കും ഒരു ദിവസത്തെ സമയം അങ്ങള് ചോദിച്ചത്. ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്നത് ചെറിയ സമയമൊന്നുമല്ല. അതിനിടയിൽ എന്തും സംഭവിക്കാം. എനിക്കിപ്പോ തോന്നുന്നത് ജീവൻ രാജനെയും മഞ്ചാടിയും അവരുടെ ഇഷ്ടത്തിന് തന്നെ വിടുന്നതാ നല്ലതെന്നാ. നമ്മുടെ അഭിമാനത്തെക്കാൾ വിലയുണ്ട് രണ്ട് കുട്ടികളുടെ പ്രണയത്തിനും ജീവനും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അത് നമ്മുടെ ദുരഭിമാനം കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന വലിയ വിലയായിരിക്കും. നിങ്ങൾ മാവനടുത്തല്ല. വാ ചേച്ചി. കൊണ്ടുപോടൂ. മഞ്ചാടി എവിടെയുണ്ടെന്ന് 1 മണിക്കൂറിനകം പറഞ്ഞിരിക്കണം സർ. പറയിപ്പിച്ചിരിക്കണം, കേട്ടല്ലോ സർ. സർ സർ ഞാൻ പറയുന്നത് സത്യമാണ് സർ. മഞ്ചാടിയുടെ ബന്ധുക്കൾ അവളെ കൊണ്ടുപോയിരിക്കുന്നത്. എടാ, നീ പോലീസിനെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട. ഇത് സ്റ്റേഷനാ. ഇവിടെ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം, കേട്ടോടാ. കൊണ്ടുപോവനെ. നടക്കണം അങ്ങോട്ട്. സാർ സാർ ഞാൻ അങ്ങോട്ട് കേട്ടിട്ട് ചോദിക്കണോ? സാർ ഞാൻ പറയാം. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നത് കേക്ക് സാർ. എല്ലാം ഞങ്ങൾ കേൾക്കടാ. ഇങ്ങോട്ട് കേറടാ അങ്ങോട്ട്. സാറേ, മഞ്ചാടി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സത്യം പറയടാ. സാറേ എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഒളിപ്പിക്കുന്നേ. കുറെ നേരമായിട്ട് ചോദിക്കുന്നു, എവിടെയാണോ മഞ്ചാടി? സാറുമാർക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ആരുടെ കൂടെ ഞങ്ങൾ പറയിപ്പിക്കടാ. മര്യാദക്ക് സത്യം പറഞ്ഞോ. അറിയില്ലല്ലേ? കിട്ടിയാ നിനക്ക്. അവിടെ
2 ദിവസം കൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ആളാ. ഇപ്പൊ ഒരാഴ്ച ആവാറായി. എന്തായാലും ഇന്നെങ്കിലും വരാൻ തോന്നിയല്ലോ. എടീ, ഒരാഴ്ച എന്ന് പറഞ്ഞ 7 ദിവസമല്ലേ? ആ, മോളെ, അച്ഛൻ പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? കറക്റ്റ് 4 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നീ കേട്ടല്ലോ, 2 ദിവസത്തിന്റെ കൂടെ 2 ദിവസം കൂടെ. എടീ, ഇതൊരു യാത്രയല്ലേ? അമ്മയ്ക്കിപ്പോ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആച്ച. അതിന് പ്രധാന കാരണം ആ സുശീലേനെ ഇവിടെ വന്നതാ. ആഹാ, സുശീല ഇവിടെ വന്നോ? എന്തിന്? എനിക്ക് വീണ്ടും കല്യാണാലോചന നടത്താൻ. ഞാൻ കണക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട്. അല്പമെങ്കിലും അഭിമാനമുള്ളവരാണെങ്കിൽ ആ സ്ത്രീ ഇനി ഇങ്ങോട്ട് വരില്ല. എന്നിട്ടും ആ പേടി അമ്മയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഹ, നീ എന്തിനാ സാവിത്രി പേടിക്കുന്നേ? പോവാൻ പറയടി. ഇനി മേലെ എന്റെ വീട്ടിൽ കയറി പോരുന്ന ആ സ്ത്രീയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. അത് വേണാച്ച. അവരുടെ വീട്ടിൽ പോയി അവരുടെ മക്കളെ മുമ്പിൽ വെച്ച് പറയണം. വേണമെങ്കിൽ ഞാനും വരാം അച്ഛനൊപ്പം. മതി മതി. വന്ന് കേറിയ ഉടനെ തന്നെ നിന്റെ വിസ്താരം മാത്രം കേട്ടാ മതിയോ അച്ഛന്? പോയി കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ. അതുവരെ എനിക്ക് പറയാനുള്ള കാര്യം ഞാനും പറയട്ടെ. നിങ്ങളുടെ സ്വകാര്യതയിൽ ഞാൻ കൈകടത്തണ്ടാന്നല്ലേ? ആയിക്കോട്ടെ, നമ്മൾ ഒഴിഞ്ഞു തന്നേക്കാം. ഒരു ഭാര്യയുടെ അവകാശമല്ലേ മോളെ, വിട്ടുകൊടുത്തേക്ക്. അതിങ്ങെടുത്തു. അതങ്ങോട്ട് വെച്ചേക്ക്. നീ ഇവിടെ വന്നിരിക്കടോ. എന്താണ്? സച്ചേട്ടന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. ഇന്ദു ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ല, കല്യാണം കഴിഞ്ഞ പെണ്ണ. ആ ഒരു വിചാരം അവൾക്കില്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും വേണ്ടേ? എപ്പോഴും കളിയും ചിരിയും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൊഞ്ചുന്നത് കൊണ്ടാ മക്കൾക്ക് 2 പേർക്കും ജീവിതത്തെ കുറിച്ചൊരു ചിന്തയില്ലാത്തത്. കല്യാണം കഴിഞ്ഞ് 2-ാം നാള് ഭർത്താവിനെ വിട്ടു വന്നതിന്റെ എന്തെങ്കിലും ഒരു വിഷമം അവളുടെ മുഖത്തുണ്ടോ? അല്ല, അവൾ എന്ത് വേണമെന്ന് സാവിത്രി പറയുന്നേ? അവളെ അറിഞ്ഞുകൊണ്ട് ചേറ്റ് ചെയ്തവനെ ഓർത്ത് നമ്മുടെ മോള് കരഞ്ഞോണ്ടിരിക്കണോ? അവള് സങ്കടപ്പെടുന്നത് കാണാനാണോ നിനക്കിഷ്ടം? അതെ, ഇന്ദുവിനൊരു വിഷമമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്?